എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഉച്ചഭക്ഷണത്തിൻ്റെതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കും അതേപോലെ ആദ്യമായിട്ട് പാചകത്തിലേക്ക് ഇറങ്ങുന്നവർക്കൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ആദ്യം തന്നെ അതിന് 1.5 പിടിയോളം വൻപയർ എടുത്തിട്ടുണ്ട്. വൻപയർന്നും മമ്പയർന്നും വെള്ളപ്പയർന്നും ഒക്കെ ഇതിന് പറയും. ഓരോരുത്തരും ഓരോന്നാണ് പറയുക. കുക്കറിലിട്ട് വേവിച്ചെടുത്തത് കാരണം ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. അല്ലാതെ വേവിക്കുകയാണെങ്കിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. ഇതൊരു 5 അടി അടിച്ചിട്ടാണ് വെന്തത്. തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ കുക്കറിലല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ കഴിയും. ചെറിയൊരു കഷ്ണം മത്തൻ, അതിൻ്റെ തൊലിയും കുരുവും അതേപോലെ ഉള്ളിലുള്ള അല്ലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കി വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കുരു അതേപോലെ അതിൻ്റെ അല്ലിയൊന്നും പെട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതും കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള പയറും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് പയറെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി പയറൊക്കെ അധികം ഉടയ്ക്കാണ്ട് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. പയർ വെന്ത ആ വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ കാന്താരിയാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു കറിക്കകത്തേക്ക് നമ്മൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ തേങ്ങയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് ഈ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. പച്ചമുളക് ഇട്ടതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. ആദ്യം പയർ കുറച്ച് ഭാഗം ഉടച്ചെടുക്കാൻ പറഞ്ഞത് ഇതിൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കറിക്ക് കുറച്ചൊരു കട്ടി വരാൻ വേണ്ടിയിട്ടാണ്. എല്ലാം നന്നായിട്ട് വെന്തൊന്ന് യോജിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് അതിന്ന് തന്നെ കുറച്ച് വെള്ളം ഇതുപോലെ എടുത്തിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും കൂടെ ആക്കി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ആക്കുന്ന സമയത്ത് നമുക്ക് കറിയിൽ എല്ലാവിടെയും വെളിച്ചെണ്ണ നിറയെ ഇങ്ങനെ പിടിച്ചു കിടക്കുന്നത് പോലെ ഉണ്ടാവും. എന്നാൽ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുകയും വേണ്ട, കുറച്ച് തന്നെ ഒഴിച്ചാൽ മതി. എപ്പോഴും നമ്മൾ കറികളിലേക്ക് കറിവേപ്പില ഇടുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില അങ്ങനെ ഇടുക. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കശക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ കറിവേപ്പിലയുടെ മണം എല്ലാവിടെയും പിടിക്കും. ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതേപോലെ പറയുന്നത്. ഈ ഒരു കറി ഓലൻ്റെ വേറൊരു വേർഷനാണ്. ഓലനിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കും, ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും ഈ കറി നല്ല ടേസ്റ്റാണ്. അടുത്തത് സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഇതിന് കപ്പക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, ചക്കരക്കിഴങ്ങ് ഇങ്ങനെ പല പേരുകളുണ്ട്. ഞങ്ങൾ ഇതിന് കപ്പക്കിഴങ്ങ് എന്നാണ് പറയാറുള്ളത്. ഇത് നന്നായിട്ട് ഉരച്ച് കഴുകി അതിൻ്റെ മുകളിലുള്ള മണ്ണൊക്കെ കളയാം. എന്നിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടാം. ഇതേപോലെയാണ് മുറിച്ചിടേണ്ടത്. കുറച്ച് ഉപ്പും കൂടെ അതിനകത്ത് യോജിപ്പിച്ചെടുത്തിട്ട് അതൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇങ്ങനെ ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കണം എന്നില്ല, വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുത്താലും മതി. വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് ആ വെള്ളം നമ്മൾ പിന്നെ അങ്ങ് കളയും. അപ്പോൾ ഇതിലുള്ള അതിൻ്റെ സത്തൊക്കെ ആ വെള്ളത്തിലങ്ങ് പോകുമല്ലോ. അങ്ങനെ പോവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആവി കയറ്റി എടുക്കുന്നത്. വെന്ത ശേഷം അതിൻ്റെ തൊലി കളയാം. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കണമെങ്കിൽ വേണമെങ്കിൽ പൊട്ടിക്കാം. ഇവിടെ അധികവും കടുക് പൊട്ടിക്കാണ്ടാണ് ചെയ്യാറുള്ളത്. സ്വീറ്റ് പൊട്ടാറ്റോ ഇട്ട ശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പില്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ആദ്യം വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, കൂടുതൽ അങ്ങ് വെന്ത് ഉടയാൻ പാടില്ല. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിനകത്തേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഓരോരുത്തരുടെ എരിവിനും ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം, അതൊരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ എരിവിന് എത്രയാണോ മുളക് പൊടി വേണ്ടത് അത്രയും മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താൽ മതി. കുറച്ച് കുരുമുളക് പൊടി. മുളക് പൊടി കുരുമുളക് പൊടി ഒക്കെ കൂടെ ഇടുമ്പോൾ അതിൻ്റെ എരിവ് ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ചേർക്കാൻ. അതേപോലെ കുരുമുളക് പൊടി അധികം ഒന്നും ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. അതിൻ്റെ ആ ഒരു സ്വാദിന് വേണ്ടി മാത്രം. ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അത് മുരിച്ചെടുക്കാം. എന്നിട്ട് അവസാനം കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാം. ചെറിയ തീയിലാണ് വെക്കുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് ഓരോരുത്തർക്ക് എത്രത്തോളം മുരിച്ചെടുക്കണോ അത്രത്തോളം മുരിച്ചെടുക്കുകയും ചെയ്യാം. അടുത്തത് ഒരു ഇഞ്ചി സമ്മന്തിയുടെ വീഡിയോ ആണ്. ഇത് തുടക്കക്കാർക്കൊക്കെ ചിലപ്പോൾ അറിയാത്തവരായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടെ ഇതിൽ ചേർക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങളുടെ അവിടെയൊക്കെ പറയും 100 കൂട്ടം കറിക്ക് തുല്യമാണ് ഒരു ഇഞ്ചി സമ്മന്തി എന്ന്.
തേങ്ങ, ഇഞ്ചി, എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് തൈര്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന തൈരാണിത്. അതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പും 2-3 കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം. അരച്ചെടുത്ത ശേഷം വീണ്ടും പുളിയൊക്കെ നോക്കിയിട്ട് പിന്നെയും വേണമെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കാം. മത്തനും പയറും പോലെയുള്ള കറികൾക്കൊക്കെ എപ്പോഴും യോജിക്കുന്നതാണ് ഇങ്ങനെ തൈര് കൊണ്ടുള്ള എന്തെങ്കിലും ഒരിത്. ഒന്നുകിൽ ഇഞ്ചി സമ്മന്തി, അല്ലെങ്കിൽ കുറച്ച് മോരാണെങ്കിൽ അത്. അപ്പോൾ ഇങ്ങനെയുള്ള തൈര്, മോര് ഒക്കെ തന്നെ അതുപോലെയുള്ള കറിക്ക് നല്ല യോജിപ്പാണ്. ഇവിടെ ഉണ്ടാക്കിയെടുത്ത തൈരായത് കാരണം ഇത് നല്ല പുളിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് തൈരേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ വാങ്ങിക്കുന്ന തൈരാണെങ്കിൽ ഇത്ര തന്നെ പുളിപ്പ് ഉണ്ടാവാറില്ല, ചെറിയൊരു പുളിപ്പേ ഉണ്ടാവാറുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന തൈര് മോര് കറിക്കും അതേപോലെ ഇങ്ങനെയുള്ളതിനൊക്കെ നല്ല സ്വാദാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നും അതേപോലെ ആദ്യമായിട്ട് കുക്കിങ്ങിലേക്ക് കടക്കുന്നവർക്കൊക്കെ ഉപകാരമാവുമെന്നും വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.